BMW ഭാഗത്തു നിന്നുള്ള ന്യൂസാണ്. BMW രണ്ട് മോഡൽ അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. G310R G310GS ആണ്. രണ്ട് ബൈക്കും ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് നോക്കാം. ഇനി BMW വരാൻ പോകുന്ന മോഡലിനെ കുറിച്ച് നോക്കാം. BMW G310GS ഒരു നേക്കഡ് സ്ട്രീറ്റ് ബൈക്കാണ്. BMW ഒരു എൻട്രി ലെവലായിട്ടുള്ള ഒരു സ്ട്രീറ്റ് ബൈക്കാണ് G310R. അതിൻ്റെ സെയിം എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ടുവന്ന മോഡലാണ് G310GS. അതൊരു അഡ്വഞ്ചർ മോഡലാണ്. അധികമൊന്നും ആൾക്കാർ ഈ ഒരു ബൈക്ക് എടുക്കാറില്ല. വണ്ടിക്ക് സെയിൽസ് വളരെ കുറവാണ്. ഒന്നാമത്തെ കാര്യം വണ്ടീൻ്റെ പ്രൈസിംഗ് ആണ്. ഒരു 4 lakh above ആണ് G310GSൻ്റെ ഒക്കെ പ്രൈസ് വരുന്നത്. ഇപ്പോൾ കുറച്ച് ബ്രാൻഡ് വാല്യൂ ഉള്ളതുകൊണ്ട് തന്നെ BMW എന്ന് പറയുന്നത് ഒരു ബ്രാൻഡിങ് ആണ്. അപ്പോൾ ഒരു ബ്രാൻഡ് വാല്യൂ ഉള്ളതുകൊണ്ട് തന്നെ വണ്ടിക്ക് പ്രൈസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ BMW എന്നുള്ള ബ്രാൻഡിനോട് ക്രൈസുള്ള ആൾക്കാരാണ് കൂടുതലും വണ്ടി എടുക്കാറ്. അല്ലെങ്കിൽ ഈ ഒരു ബൈക്കിൻ്റെ പ്രൈസിങ്ങിൽ ഒരുപാട് ബൈക്ക് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ വേറെ മറ്റു ബൈക്കിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. പൊതുവേ BMW ബൈക്കിനൊക്കെ മെയിൻ്റെനൻസ് വളരെ കൂടുതലാണ്, സർവീസ് കോസ്റ്റ് കൂടുതലാണ്. പിന്നെ വണ്ടി നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങുന്നുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സും BMW ഇതുവരെയായിട്ട് കൊടുത്തിട്ടുമില്ല. അതൊക്കെ വണ്ടീൻ്റെ ഒരു നെഗറ്റീവ് സൈഡാണെന്ന് പറയാം. പിന്നെ വണ്ടിക്ക് കൂടുതൽ അപ്ഡേറ്റും കൊടുക്കാറില്ല. രണ്ട് ബൈക്കും ഇപ്പോൾ നിർത്തലാക്കിയിട്ടുണ്ട്. അതിനുള്ള മെയിൻ റീസൺ വണ്ടിക്ക് സെയിൽസിൻ്റെ പ്രശ്നം തന്നെയാണ്. ഇപ്പോഴത്തെ അപ്ഡേറ്റ് വെച്ചിട്ട് OBD2 മെഷീനായിട്ടുള്ള പുതിയ മോഡൽ അവർ ലോഞ്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പഴയ മോഡൽ ഇനി മാർക്കറ്റിൽ ഉണ്ടാവില്ല, അത് ഡിസ്കണ്ടിന്യൂ ചെയ്യും. ഈ ഒരു 310cc ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും അവർ പുതിയ മോഡൽ അവർ കൊണ്ടുവരുന്നുണ്ട്. 450cc മോഡലാണ് അടുത്തതായിട്ട് അവർ കൊണ്ടുവരാൻ പോകുന്നത്. GSൻ്റെ എൻട്രി മോഡൽ ഇനിയിപ്പോൾ ഒരു 310 ആയിരിക്കില്ല, 450 ആയിരിക്കും. G310 450 ആയിരിക്കും. കഴിഞ്ഞ ഐക്മേൽ അവർ അൺവീൽ ചെയ്തൊരു ഒരു മോഡലുണ്ട്, ഒരു കൺസെപ്റ്റ് മോഡലുണ്ട് 450GS എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ റെഡി മോഡലാണ് അടുത്തതായിട്ട് അവർ കൊണ്ടുവരാൻ പോകുന്നത്. അത് കുറച്ചും കൂടി ഒരു ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ആയിരിക്കും. സ്പോക്ക് വീല്, ട്യൂബിൽ സ്റ്റാർസ് ഒക്കെ ഉള്ള കുറച്ചും കൂടി ട്രാവലൊക്കെ കൂടിയുള്ള ഷോക്ക് സെറ്റപ്പ് ഒക്കെ ഉള്ള മോഡലായിരിക്കും. വണ്ടീൻ്റെ ലോഞ്ചും കൺഫേം ആയിട്ടുണ്ട്. ഈ വർഷം അവസാനത്തോടുകൂടി ഡിസംബറോടുകൂടി വണ്ടി ലോഞ്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. ആ ഒരു മോഡൽ കൊണ്ടുവരുന്നതുകൊണ്ട് കൂടിയാണ് ഈ ഒരു 310cc മോഡൽ അവർ ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള മെയിൻ റീസൺ. ഒരുപക്ഷെ ആ ഒരു സെയിം എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു നേക്കഡ് സ്ട്രീറ്റ് ബൈക്കും കൂടി അവർ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. TVSൻ്റെ സൈഡ് നോക്കുവാണെങ്കിൽ TVSും BMW നല്ലൊരു കൊളാബ് ഉണ്ട്. അപ്പം അവരുടെ 310cc മോഡലിനൊക്കെ BMW എഞ്ചിനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. TVSൻ്റെ RR310ഉം RTR310ഒക്കെ BMW എഞ്ചിനാണ് നിലവിലുള്ളത്. ഈ ഒരു എഞ്ചിൻ നിർത്തുന്നതോടുകൂടി ആ ഒരു എഞ്ചിനും അവർ റീപ്ലേസ് ചെയ്യാൻ പോകുകയാണ്. TVSൻ്റെ എഞ്ചിൻ ഇനി പുതിയ എഞ്ചിനായിരിക്കും. TVSൻ്റെ പുതിയ അഡ്വഞ്ചർ ബൈക്കിൽ വരുന്ന ആ ഒരു എഞ്ചിനായിരിക്കും RR310ഉം RTR310ഒക്കെ ഇനി ഉപയോഗിക്കാൻ പോകുന്നത്. RTX D4 എന്നാണ് ആ ഒരു എഞ്ചിൻ്റെ പേര് വരുന്നത്. അപ്പോൾ വണ്ടി ഉടൻ തന്നെ ലോഞ്ചും ചെയ്യും. ഒരുപാട് മാറ്റങ്ങളാണ് BMW സൈഡിൽ നിന്ന് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ TVSൻ്റെ സൈഡിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട്.